അണ്ണാ അതെ ഈ ഡ്യൂറബിലിറ്റി അതായത് 5-ന് താഴെ 7, 8 ആ റേഞ്ചൊക്കെ വന്ന ഗൺസില്ലേ അതൊക്കെ ഞാൻ ഒന്ന് ആക്രി കൊടുക്കാൻ വേണ്ടി എടുത്തേ. ഞാൻ പറഞ്ഞുതരാം 1, 2, 3, 4, 5, 10, 15 എണ്ണം 15 എണ്ണം. ഇപ്പൊ എടുത്ത് കാണണം എന്റെ കയ്യിലുണ്ട്. അണ്ണനെ കൊടുക്കുമ്പോ നോക്കിക്കടി ചന്ദ്ര ഫുൾ തുരുമ്പാണേ എടുത്തിട്ട് കാര്യമില്ല. അലർജിയാണ് നിങ്ങൾ എത്രയും കൺസേൺ ഉണ്ടാവില്ലടാ എന്റെ കാര്യത്തിൽ, ഇത്രയും കൺസേൺ ഉണ്ടാവില്ല എന്റെ കാര്യത്തിൽ. സൈഡിലൂടെ നിർത്തി കാണിച്ചു തരാം. എന്ത് പറയാൻ അപ്പൊ പോണില്ലേ? ഇല്ല പരിപാടി തുടങ്ങുവേ. പോകണത് ടൈമില്ലല്ലോ. 15 കണ്ണല്ലേ അത് കറക്റ്റ് 15 എണ്ണം എണ്ണീറ്റ് ഇല്ല ഞാൻ ഇടാതെ എടുക്കല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അതിലൊരു കാർബൺ റൈഫിൽ അത്യാവശ്യം ഉണ്ട്, അത് ഞാൻ എടുക്കുക. കുഴപ്പമില്ല അവന്. ചെറുവില്ലാത്ത കണ്ണ എടുത്തെന്ന് അവൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ ചന്ദ്രന്റെ പണ്ടത്തെ പോലെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നണ. തോളത്തിരിക്കുന്ന നീയല്ലേടാ നീ, അതുകൊണ്ടാ. കോച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ. എനിക്ക് അത്യാവശ്യം ഇവിടത്തെ ഇപ്പൊ ടീംസിനൊക്കെ അറിയാവേ. അത്യാവശ്യം ബ്ലാക്കിനൊക്കെ വർക്ക് ചെയ്യണവരൊക്കെ കുറച്ച് ഇല്ലീഗൽ കണക്ഷൻസ് കോച്ചിന് ഇപ്പൊ ഈയിടെയായിട്ട് ഉണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ ഞാൻ. കോച്ചിനൊന്നും ഒരു കണക്ഷൻസും ഇല്ല. ഇല്ലീഗൽ മീറ്റിംഗ്സ് എന്തൊക്കെ ഇല്ലീഗൽ. ഇവിടെ സംസാരിക്കല്ലേ. വണ്ടി ഡീ പിടിച്ചു വന്നടാ ഇവിടുത്തെ. വണ്ടി പോയി അപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാ ഗ്യാങ് മെമ്പേഴ്സിനും എന്റെ പേര് ഞാൻ ഇവന്റിന്റെ ചെറിയ കൈൻഡ് ഓഫ് സപ്പോർട്ടറാണ്. അപ്പോ എല്ലാ ഗ്യാങ്സിൽ നിന്നും 4 പേര് മാക്സിമം വേണം, മിനിമം ഒരാള്. അപ്പൊ എല്ലാരും വരെ. ഇവിടെ കറന്റ്ലി രജിസ്ട്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു മാക്സിമം ഒരാള്, മിനിമം ഒരാള്, മാക്സിമം 4 ആള്. സാധാരണക്കാരന്റെ ബ്രെയിൻ അല്ല ബോസ്. ഒരു ഗ്യാങ്ങിന്ന് 4 പേർക്കാണ് മാക്സിമം പങ്കെടുക്കാൻ പറ്റുക. ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് തിരിച്ചു പോലും അയച്ചില്ലടാ എനിക്ക്. ഹാപ്പി റോസ് ഡേ ദർശു, ഹാപ്പി റോസ് ഡേ ലൂസിയ, ഹാപ്പി റോസ് ഡേ ലൂസിയ. ഹാപ്പി റോസ് ഡേ ദർശു. അണ്ണാ സാമിയ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മോശമായിട്ട്. ഞാൻ ഒന്നും മോശമായിട്ട് പറഞ്ഞില്ല. ഹാപ്പി പ്രപ്പോസ് ഡേ, ഒരു നല്ല ദിവസം വിഷ് ചെയ്തു. അത്രേ ഉള്ളൂ. ഷാഡോ ലീഡറുടെ പേര് മാത്രം മതി. അടുത്തത് ആരാണ്? ഡീക്കനാണോ? അടുത്തത് CP ബോസ് ആണോ? അടുത്ത ആള് പരന്തോസം.
എന്ത് ദിവസം അടുത്തത് ഓ കഴിഞ്ഞ KPAD കേറിയിട്ടുള്ള എല്ലാ അതെ, radio അതെ, tag അതെ, use അതെ, ചെയ്യുന്നു അതെ. നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തോ എന്ത് ദൈവമേ നിൽക്കുക ഞാൻ എല്ലാരും വിളിച്ചിട്ട് വരാം. കേട്ടില്ല കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ത് കിട്ടാൻ ജയിക്കുമെന്നോ? നമ്മള് ജയിക്കാൻ നമ്മള് പാർട്ടിസിപ്പേഷൻ ആണല്ലോ നമ്മുടെ കാര്യം. ഫസ്റ്റ് പ്രൈസ് ജയിച്ചില്ലേ പൈസ കൊടുക്കാണ്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങി വേറെ കൊടുത്തു ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ ടി വി പറഞ്ഞല്ലോ ടി വി പറഞ്ഞോ ഇപ്പൊ ഞാൻ നാട്ടിലുള്ള ഒരു garage ഉണ്ട്. അതിന്റെ front ൽ ദൈവം നിൽക്കുന്നുണ്ട്. 101 ഒരു garage കിടക്കുന്നുണ്ട്. അവിടെ പള്ളിയല്ലേ പോയത്? എന്താടാ എത്ര ദിവസം? എന്ത്? ഹലോ ബ്രോ, ഞാൻ ഇതിന്റെ ഒരു ചെറിയ കോർഡിനേറ്റർ ആണ്. അപ്പൊ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ലേ? കംപ്ലീറ്റ് ഓ ഫൈൻ. അയ്യോ അങ്ങനല്ല, നന്നായി അങ്ങനെ നൈസ് എന്നൊക്കെ പറയല്ലോ. പ്രൈസ് പൂൾ എത്രയായിരുന്നു ബ്രോ? ഇത് അപ്പൊ എനിക്ക് ഇവിടെ കേറാൻ പറ്റൂല. അപ്പൊ ഞാൻ സഹായിക്കാൻ വെച്ച് ഇറങ്ങിയതാ. അറിയൂല. അല്ലെ ദൈവത്തിന് സഹായിക്കാം. പാവം ദൈവം. നമ്മുടെ നമ്പർ ഉണ്ടോ? ദൈവം ഉണ്ട് എന്റെ അടുത്ത്. നിങ്ങൾ ഒന്നുകൂടെ പറയാണ് 1001-ലാണ് ലൊക്കേഷൻ. അവിടെ രണ്ട് മുന്നിൽ ഞാൻ നിപ്പുണ്ട്. ഇവിടെ വന്ന് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് രജിസ്റ്റർ ചെയ്യാം. ഒരു ഗ്യാങ്ങിൽ നിന്ന് ഒരാൾക്കാണ് പേര് തരാം. ബാക്കി 40 പേരാണ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പൈസ എത്രയാണ്? മാത്രം ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ 7% തരാൻ ഹലോ അണ്ണാ, എനിക്ക് ചെറിയൊരു വിഷമം പറഞ്ഞോടാ. എന്ത് പറ്റണ? മറന്നു അണ്ണ ഇവിടെ രജിസ്ട്രേഷൻ ഒക്കെ അല്ലേ? അണ്ണാ കോച്ചിലാണ് മലയാളം തുടങ്ങിയോ? അണ്ണാ, ഇത് ഭയങ്കര വിഷമമുട്ടാണ് കാര്യമാണ് അണ്ണാ. കോച്ച് എന്നോട് സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാ ഞാൻ ഒട്ടും ഗ്യാങ്ങിനോട് ഒട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നിന്നൊക്കെയാണ് കോച്ചിനോട് സംസാരിക്കുന്നത്. எதனால தெரியுமா? அவன் பணி எடுக்காத 17 கோடி கடன் வாங்கி உன்கிட்ட கொடுத்து அதுக்காக தான் நான் പറഞ്ഞു. അണ്ണാ, നമ്മുടെ വേർപ്പൊന്നും വിലയില്ല അണ്ണാ. നമ്മളൊക്കെ പട്ടിയെ പോലെ പഴയ കോച്ച് நான் இரு ஜூடு வரட்டும். அவன் பேர் எனக்கு மறந்து போய் കോച്ച് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ കോച്ച് എന്നോട് പറഞ്ഞു തരും കോച്ച്. അല്ലാണ്ട് ഇങ്ങനെ കുത്തി സംസാരിക്കില്ല കോച്ച്. ഭയങ്കര വിഷമമാണ് കോച്ച്. 17 கோடி வாங்கியிருக்கான் பிளாக் மணி. அதை எடுத்து வந்து உங்களுக்கு கொடுத்து 17 കോടിയോ? ആരോട് 17 കോടി വാങ്ങിച്ച്? തെളിവുണ്ടോ? എടാ, ഞാൻ ഒരു കാര്യം അഭിനയം കണ്ടറിയാം. നീ എ ക്ലാസ് അഭിനയോ? നീ ഒരു പണിക്ക് നിനക്ക് വിയർപ്പിന്റെ അസുഖമുള്ള നിനക്ക് നിന്റെ ബോസിനും മനസ്സിലായി. പല സാഹചര്യങ്ങളിലും എന്നിട്ട് അണ്ണ ഇത് അവന്റെ അടുത്ത് മൊത്തം കിട്ടിങ്ങനെ സംസാരിക്കില്ല ഒരിക്കലും. അത് വളരെ മോശമായിട്ട് പലവട്ട പീഡിയുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ചന്ദ്രൻ, ഇതൊക്കെ എന്ത് ചന്ദ്രൻ? ഇതൊക്കെ അണ്ണ ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ടോപ്പിക്കുകളാണ് സംസാരിക്കണത്. வாசு ஆக்சுவலி ஆஷ் தான் என் கூட இருந்தா. ஆஷ் கேளு, ஒரு பையன் வந்து நம்மள விழிச்சானா இல்லையான்னு கேட்டு അവനെനിക്കൊരു 20 തൊട്ട് തരാനുണ്ട്. കൊന്നാരം സൈലന്റ് രാമൻ സംസാരിക്കട്ടെ അവനെ. ആരാന്ന് മനസ്സിലായോ? അന്ന് ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്തപ്പോ ഒരു പയ്യൻ നീഗനെ കണ്ടെന്ന് പറഞ്ഞു. അണ്ണ, അവൻ എനിക്ക് പൈസ തരാണ്ട് പറഞ്ഞില്ല അണ്ണ. ആ പൈസ അവൻ എനിക്ക് തന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് തന്നത്. ബാക്കി 4 കോടി എന്റെ ഉണ്ട്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആക്ച്വലി. ഞാൻ പറയട്ടെ, ഇത് അങ്ങനെയല്ല. എവനും വേറെ കൂടി ഒരു ബിസിനസ് ചെയ്ത് എന്റെ കുറച്ച് കാശൊക്കെ വാങ്ങിയിട്ട് എന്തൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ കൂടി പോയി ചെയ്ത്. എന്നിട്ട് യവന്മാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവന് ഷെയർ കുറവെന്ന് പറഞ്ഞ് ഇവർ അടിച്ച് പിണങ്ങി.
മനസ്സിലായില്ലേ? അന്നേരം അവൻ ഷെയർ ചോദിച്ചു കാശ് വാങ്ങി അവന്റെ അതിന്റെ പ്രശ്നമാണ് അത്. അണ്ണാ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ നിങ്ങൾ കേട്ടതിന്റെ പ്രശ്നമാണ് കോച്ച്. നിന്റെ വിഷമം എന്താ? അതാണ് എന്റെ ചോദ്യം. കോച്ചിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഗാങ്ങിനൊട്ടും ഇതല്ല, ഞാൻ ഭയങ്കര കള്ളത്തരം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാണ് കോച്ച് സംസാരിക്കുന്നത്. കോച്ച് ഇത് അണ്ണാ ഇത് ഭയങ്കര വിഷമമാണ് കാര്യമാണ്. ഞാൻ കോച്ചിനെ അങ്ങനെയല്ല അണ്ണാ. ഇപ്പൊ സംസാരിക്കണ്ട അണ്ണാ, കണ്ടാ ഒരു റൂഡ് രീതിയിലല്ല അണ്ണാ. കണ്ട ഇത് ഓക്കെ കോച്ച്, ഇത് ഓക്കെ. പക്ഷെ കോച്ച് എപ്പോഴും സംസാരിക്കുന്നത് ഭയങ്കര ഇത് വിഷമുണ്ടാക്കണം കോച്ച്. നമ്മള് ഗാങ്ങിന് വേണ്ടി ഇത്ര സത്യസന്ധമായി നിന്നിട്ടും അപ്പൊ ഉണ്മയെ ഉളച്ചവங்களுக்குலாம் വലിക്കണ്ട അത്രേ ഉള്ളൂ. കണ്ടാ 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 ഇത് കുത്തി പറയണ അണ്ണാ. കോച്ച് പറയണില്ലല്ലോ. എന്ത് കുത്തുന്ന പോലെ നിന്നെ പോലത്തെ കുറെ ഡാൻസുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി തമാശക്ക് പറയണതാ. നിന്നെ പോലത്തെ കാരണമാണ് ഒരാൾ സത്യം പറയാം. എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ചാറ്റിലും താറ്റി ഇതാക്കി ഒന്നുമില്ല. ഡെയിലി കുറെ PVP മാത്രം. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? നിനക്കൊക്കെ ഡെയിലി ആൾക്കാർ ഇരുന്ന് തള്ളക്കി വിളിക്കുന്നു, കോൺട്രവേഴ്സി ഉണ്ടാകുന്നു, തല്ലുണ്ടാകുന്നു, അടി ഉണ്ടാകുന്നു മാത്രം കാണുന്നു. ഒരു അബദ്ധം പറ്റിയ പുച്ഛമാണ് നിന്നെ പോലത്തെമാരോട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ പോലത്തെമാരെ ചാറ്റി കാണുന്നത് എനിക്ക് വലിയ സത്യം പറഞ്ഞു. ഒരു ഗുണവും ഇല്ലാത്തവന്മാര് പഠിപ്പിക്കാൻ വേണ്ടിട്ട് നിനക്കൊക്കെ ഒരു PC മേടിച്ചാൽ ഒരു കടയിൽ പോയി PC മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കി അങ്ങനെ കളിപ്പിക്കടാ. നീ അങ്ങനെ കളിപ്പിക്ക്. നിനക്കൊക്കെ അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ ഒരു PC മേടിക്ക് കടയിൽ പോയി, എന്നിട്ട് മേടിച്ചിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കിട്ട് അവരെ നിനക്ക് ഇഷ്ടം പോലെ കളിപ്പിക്ക്. ഹലോ 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 ആരാ? ഹലോ ഇതെന്താ ഇത്? ഇപ്പൊ മസിൽ മെമ്പർ തിരിഞ്ഞു കേട്ടാ. ഓൾട്ടിന് വരെ ഞാനിപ്പോ വീഡിയോസിൽ ഞെക്കാൻ തുടങ്ങി വീഡിയോ സംസാരിക്കാൻ. എടാ 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 ഞാൻ ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ ബ്രോ. എനിക്ക് ഇങ്ങനത്തെ ചാറ്റിലത്തെ ഈ ചാറ്റിൽ ഇങ്ങനത്തെ ലക്ഷങ്ങൾ കുറെ പേരുണ്ട്. ഹലോ ഹലോ എന്റെ പുല്ല് സഹോദര കേക്കാവോ? ഇതിപ്പോ ഏത് മലയിലാണ് നമുക്ക് മലയില് കേറണ്ടേ? അല്ല മലക്ക് പോണ്ടേ? ഏത് മലയിലാ കേറണ്ടേ? അങ്ങനല്ല, ഇതിപ്പോ ഇവന്റിന് പങ്കെടുക്കണ്ടേ? അത് പോവാ. അല്ല അതല്ലേ സിറ്റിയില് പോണ്ടേ? ഇത് ഇവന്റെ ഇന്നത്തെ കാര്യം. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഞാൻ 7 ദിവസം കഴിഞ്ഞാ മലക്ക് പോന്നെ. അണ്ണാ അങ്ങനെ നടന്ന് ജില്ലയോട് കയറാം. നമുക്ക് ഇവിടെ ഞാൻ മുകളിലുള്ള സെറ്റാക്കാം. പിന്നെ നമുക്ക് കയറാം. ഇവിടെ നടന്നു വരുമ്പോഴത്തേക്ക് 2 ദിവസം എടുക്കും. പക്ഷെ ഇല്ലല്ല, നമുക്ക് ഇവിടുന്ന് മേലോട്ട് അങ്ങ് കയറാം. ഇവിടുന്ന് മേലോട്ട് കയറാം. താഴെ കയറാം. ഈ വട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതിനല്ല അടിക്ക് ഞാൻ ഉള്ള ഒരു സംശയമില്ല. പിന്നെ എന്തൊക്കെ കാണിക്കുന്ന അമ്പലത്തിൽ നിന്ന് എന്തൊക്കെ ഇതെല്ലാം കാണിക്കുന്ന ഓരോരുത്തര് ഒരു ജസ്റ്റ് നമ്മൾ നടന്നു പോണത് കാണിക്കാൻ പറ്റൂലേ? ഓരോരുത്തന്മാര് നാട്ടില് മറ്റേ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കലാപം വരെ ഉണ്ടാക്കിയത് ഇപ്പൊ കേരളത്തില്. പിന്നെയാണ് ഇനി ഒരു ജസ്റ്റ് നമ്മൾ ഇതൊരെണ്ണം കാണിച്ചു ചെയ്യുന്നത്. എനിക്ക് വഴിതെറ്റി പോകുന്ന സംശയം. എനിക്ക് നമ്മളെ ഗ്യാങ്ങി വന്നിട്ട് കുറെ പേര് വഴിതെറ്റിയിട്ടുണ്ടോ? എനിക്ക് ആ പേടിയേ ഉള്ളൂ സത്യം പറഞ്ഞ കോച്ചിന്റെ കാര്യത്തില്. ആരാ ഈ പറയുന്നേ? അണ്ണാ ഈ അനാവശ്യ കമ്പനികൾ കുറെ ഇങ്ങേരിക്കും ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ അറിയുന്നുണ്ട് ഞാൻ. ഇത് ആരാ പറയുന്നതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് ചന്ദ്ര. സമ്പർക്കം ഒന്ന് കുറയ്ക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഈ നീകനോടൊക്കെ നിന്നോട് മിണ്ടല്ലെന്ന് പറയില്ലേ? ചന്ദ്രനെ അങ്ങനെയല്ല, നമ്മളങ്ങനെയല്ല ചന്ദ്രനെ കാണുന്നത്. നമ്മളൊരു റോൾ മോഡലാണ്. എന്റെ റോൾ മോഡലാണ്. ഇത്ര സത്യസന്ധമായി നമുക്ക് ഗ്യാങ്ങിനോട് ഇരിക്കുന്നവരുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ അഭിപ്രായം പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കാം. ഇത് സൗദിയിലെ സൽമാൻ ഷെയ്ഖിന്റെ പാലസിൽ നിന്നാണ് വിളിക്കുന്നത്.
കേൾക്കുന്നുണ്ടോ? എവിടെന്നാ വിളിക്കുന്നത്? സൗദിയിലെ സൽമാൻ ഷേഖിന്റെ പാലസിൽ നിന്നും. നീ ഇനി എവിടുന്നൊക്കെയാ വിളിക്കുന്നതെന്ന് പറഞ്ഞാലും നിന്റെ ഈ ശബ്ദം ഇല്ലേ, ഇതെനിക്ക് കേട്ടാൽ അറിയാം. കാരണം കോടതിയിലും വഴക്കും കേസും ഒക്കെ ആയിട്ട് ഞാൻ കുറെ കേട്ട് മനസ്സിലാക്കിയതല്ലേ ഇത്. റോങ് നമ്പറാണേ, സോറി. ഒരു കൊച്ചിന്റെ അല്ലാതെ രണ്ടാമത്തെ ഒരു കൊച്ചിന്റെ ശബ്ദം കൂടെ ഞാൻ അവിടെ കേട്ടു. ഇനി അതിന് തന്തയെ കണ്ടുപിടിക്കാനായിരിക്കും ഇവള് വിളിക്കുന്നത്. അണ്ണൻ ഇങ്ങനെ ആരാണ് ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴാണ് കോളാ സിറ്റിയിലാണ് പറഞ്ഞ പഴയ അവള് വിളിച്ചടാ. ആരാണ്? കൺമണിയാ? കൺമണി മെഗാ സീരിയല് വേറെ കെട്ടി പ്രസവിച്ചെന്നാണല്ലോ അറിഞ്ഞത്. നോക്കട്ടെ. അങ്കമ്പാടി തുടങ്ങി. 2 ടീമായിട്ടാണ് ഇപ്പൊ പോവാൻ പോണത്. വാസുവിന്റെ ഫോൺ മേനിയൊക്കെ ഫോൺ അഡിക്റ്റ് കേട്ടോ. ഫോൺ അഡിക്റ്റ് ഫോൺ എടുക്കുന്നില്ല. ബ്ലോക്ക് അല്ലെങ്കിൽ വേറെ കേസാ പറയാല്ലേ. ഇപ്പൊ ഒന്നാമതേ പിള്ളേരൊക്കെ ഇതാണ് അച്ഛനെന്നൊക്കെ പറയാൻ നടക്കണത്. റിയൽ മണി വെച്ച് സാഗുര് ഇൻഗെയിമെ പൈസയാക്കി കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് പൈസയാക്കി ഓപ്ഷൻ വരുന്നവരോട് നല്ല നല്ല RP അല്ലേ സാഗുര് ഒക്കെ നശിപ്പിക്കുന്നത്. ജസ്റ്റ് തിങ്ക് KV അടുത്ത് നിന്ന് സാഗുര് പമ്പെടുക്കുന്നത് പോലെ പണ്ട് TV ഗൺഷോ പാരല് ഇതുപോലെ കൊണ്ടുപോയാൽ നമുക്ക് നല്ലൊരു RP കിട്ടുമായിരുന്നു. ജസ്റ്റ് തിങ്ക് അണ്ണാ, നോ ഹേറ്റ്. സിദ്ധു ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. എനിക്ക് അവരെ വെച്ചിട്ട് പുള്ളിയുടെ നിന്ന് പമ്പ് മേടിക്കണമെന്നുള്ളൊരു സംഭവം ഇല്ല. പുള്ളി ഇവിടെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നമുക്ക് ഈ റിയൽ ലൈഫ് ഫണ്ട് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് എന്തൊക്കെയോ വാങ്ങിക്കാനും അത് ഇതാക്കാനും ഓരോന്ന് ബിസിനസ് റൺ ചെയ്യാനും എല്ലാം. ഈ പറഞ്ഞത് ശരിയാ, ഞാൻ തെറ്റൊന്നൊരിക്കലും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ സെർവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം കൂടി നോക്കണ്ടേ? സെർവർ റൺ ചെയ്യണ കാശ് ആര് തരും ഗൈസ്? ഇത് പേ ടു പ്ലേ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് ഇതിനകത്ത് എത്ര പേര് പൈസ കൊടുക്കും? നമുക്ക് രണ്ട് സൈഡും നോക്കണം ഗൈസ്. ഇവർക്ക് സെർവർ റൺ ചെയ്യാനുള്ള പൈസ വേണ്ടേ? ഇവർക്ക് സെർവർ റൺ ചെയ്യാനുള്ള പൈസ ഇവരെ പോലത്തെ ഗെയിമിനകത്ത് മുടക്കാൻ ഈ GTA അതൊക്കെ മുടക്കിയിട്ട് എന്ത് കിട്ടാനാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? PUBG ഒക്കെ അറ്റ്ലീസ്റ്റ് സ്കിൻസ് പെർമനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതാവും, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടേ. ഇത് സെർവർ മാറിയാൽ നാളെ ഈ സെർവർ നടത്തുന്നവർ ഇത് റൺ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അപ്പം നമുക്ക് ഇതുപോലത്തെ ആൾക്കാർ വേണം. പക്ഷേ ഞാൻ പറയണത് ശരിയാ, അതിനൊരു സംഭവം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് സെർവറിൽ ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ വില പോകും എന്നുള്ളൊരു സാധനം ഇല്ല. ഇവരുണ്ടെങ്കിലേ സെർവറിൽ ഗ്രൈൻഡ് ചെയ്യാൻ സെർവർ ഉണ്ടാവുള്ളൂ. അതാണ് പ്രശ്നം. അതും കൂടെ നമുക്ക് നോക്കണം. അല്ലാതെ ഞാൻ അങ്ങനെ ഒരിക്കലും മറ്റേ പേ ടു വിൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഇതിപ്പോ എന്താ ഇത് 4 പേരെ ടീം? 4 പേര് ആരൊക്കെയാ പറ? എന്തായാലും ഞാൻ വണ്ടി കയറും. എന്നെ ഒരാളായിട്ട് കൂട്ടണ്ട. കുറച്ച് മെച്ചൂർഡായിട്ട് പെരുമാറും മാമ. ചന്ദ്രൻ അളിയൻ എല്ലാവർക്കും വ്രതം കൊടുക്കുക. നോട്ട് ബാഡ് വേർഡ്. അത് കൊള്ളാം. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ വാസുണ്ണ ബുദ്ധിയുള്ളവരായോണ്ട് ഞാൻ വാസുണ്ണ ഇപ്പൊ നമ്മള് ഐക്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വാസുണ്ണ ഇപ്പത്തേക്ക് ഇപ്പൊ ഇതായി ബാലൻസ് ആയി. പിന്നെ ഇനി ഗൺപോറുണ്ട്. ഇപ്പൊ ഞാൻ കേക്കണം ഇനി നമുക്ക് ഇവൻ എന്തോ വലുത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചന്ദ്രൻ. ഹലോ ഹലോ, കേക്കുന്നില്ല. കേക്കാവോ? ഹലോ, കേക്കാവോ? കേക്കുന്നില്ല എനിക്ക്. ഹലോ അടുത്ത് വെച്ച് മിണ്ടാതിരിക്കും. കേക്കാവോ? ഇരുന്ന് സംസാരിക്കുവാണോ ഇപ്പോഴും? ഹലോ